ഹലോ അടിപൊളി ഏട്ടിയാന്ന് വണ്ണുള്ള ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഏട്ടയായിട്ടാണ്. ഏട്ട എങ്ങനെയാണ്, വലിയ ഏട്ടയാണ്. അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണണം, കട്ട് ചെയ്ത് പോകരുത്. വലിയ ഏട്ടിയാണിത്, ഒരു 3.5 കിലോ ആ സൈസ് തൂക്കം വരും. ആദ്യം അതിൻ്റെ ചിറകും പാലൊക്കെ അതിൻ്റെ വയറ് ഭാഗമാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വയറ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് കുടലും മക്കളുകളും വൃത്തിയാക്കിയിട്ട് പിന്നെ അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കണം. നല്ല ഉറപ്പുണ്ട് ഇങ്ങനത്തെ ഏട്ടയായി. വാല്, തല ഇതെല്ലാം ലാസ്റ്റ് തൊട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യം ചിറക്, അതിൻ്റെ സൈഡിലെ ബട്ടീൻ്റെ അടുക്കുള്ള ചിറക് എല്ലാം മുറിക്കണം. ബട്ടി കുടലിങ്ങെടുത്ത് വെച്ചതിൻ്റെ വയറിങ്ങെടുത്ത് ഉള്ളിലുള്ള മുലാമലയിലിങ്ങ് പുറത്തെടുക്കണം. അതെല്ലാം എടുത്തു. ഇനി ഇതിൻ്റെ തലഭാഗത്തു നിന്നാണ് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്യാൻ പോകുന്നത് മൂത്ത നാഗോട്ടയാണ്, നെയ്യാട്ടിയാണ്. ഇപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് കുത്തന താഴോട്ടേക്ക് മുറിക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് 2 ഭാഗത്താക്കിയതിന് ശേഷം സൈഡിൽ നിന്ന് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് പോകണം. ഏട്ടൻ്റെ മുള്ള് ഭയങ്കര സ്ട്രോങ് മുള്ളാണ്. അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്നൊന്നും അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ഇങ്ങനെ ചൂരൊക്കെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അപാരമായ ടേസ്റ്റാണ് ഉണ്ടാവുക. ഏട്ട പൊരിച്ചതെല്ലാം കൂട്ടി നല്ല നെയ്ച്ചോറെല്ലാം തിന്നാൻ നല്ല അടിപൊളിയായിരിക്കും. ഏട്ട പൊരിച്ചതും പരിപ്പ് നെയ്ച്ചോറും കഴിക്കണം, നല്ല അടിപൊളിയാണ്. നോക്കണം, എന്നാലും അതിൻ്റെ രുചി ഉണ്ടാവുക. ഇപ്പോൾ അരിയും മത്തിയൊന്നും കൂട്ടിയാലൊന്നും ആക്കി രുചി കിട്ടൂല. അപ്പോൾ ഏട്ട കട്ട് ചെയ്യുന്ന ആൾ കട്ട് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളെ നാവിൽ വെള്ളം ഊടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏട്ട വാങ്ങുക, എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വാങ്ങിയാൽ മതി ഷോപ്പിൽ നിന്ന്. ഇതേപോലെ ഏട്ടനെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ പോലെ പൊരിക്കുകയും നെയ്ച്ചോറും പരിപ്പ് കൂട്ടാനും കൂട്ടിയിട്ട് തിന്നാൻ പീസാക്കിയതാ. പാലിൻ്റെ ഭാഗത്ത് വളർത്തി പാലിൻ്റെ കഴിഞ്ഞിട്ട് വേണം തലേനെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി. ഇതേപോലത്തെ വീഡിയോ എല്ലാം കാണണമെങ്കിൽ ഇനിയും ഇതേപോലത്തെ വീഡിയോ എല്ലായിട്ട് വരും. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോട്ടോ ചെയ്യുക. എന്തെങ്കിലും മെസ്സേജ്, എന്തെങ്കിലും അഭിപ്രായം പറയാൻ അയക്കുക, അയക്കുക. നല്ല പോത്തിറച്ചിയെല്ലാം ബേക്കിൽ നിൽക്കണം, അത്രയ്ക്ക് മൂത്ത് നല്ല ഏട്ടയാണ്. ഏട്ട കൂട്ടുമ്പോൾ വലിയ ഏട്ട തന്നെ നോക്കണം. അതാണ് ചെറിയ അതിൻ്റെ ബട്ടി വാങ്ങാമത് നെയ്പ്പറ്റുള്ള ബട്ടി. അതെല്ലാം കറിയിലോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ നെയ്യടക്കം വരുന്ന ഈ വീഡിയോയിൽ വല്ല പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കമൻറ്റിലൂടെ അറിയിക്കണം.
കട്ടി ഭാഗം ഇങ്ങനെ ചെറുങ്ങനെ മുറിക്കണം. ഫുള്ള് ഇറച്ചിയാണ്, വേസ്റ്റ് കുറവാണ്, ഫുള്ള് ഇറച്ചിയാണ്. തല തന്നെയാണ്, ഭയങ്കര ഉറപ്പാണ് തല. മൂത്ത സാധനമായതുകൊണ്ട് നല്ല ഉറപ്പുള്ള തല കുത്തി പൊട്ടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏട്ട പീസാക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് അറിയുന്നത് ഇത് കാര്യമായിട്ട് എടുക്കണ്ട, അറിയാതാക്ക് വലിയ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഇങ്ങനെ കടിയും പീസാക്കി ചെയ്യാനാണ്. ഹോട്ടലിലേക്ക് ചൂരിയേറ്റം വേണം. കത്തിൻ്റെ മൂർച്ചം തന്നെ പോയി. അതിലില്ല, എന്നാലും പരമാവധി ഉഷാറാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് പീസും കൂടി കട്ട് ചെയ്യാനുണ്ട്. ആദ്യം എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,